ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ കേട്ടോ. കൊടൈക്കനാലിൽ നിന്നപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് മറയൂരോട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് പളനി വരുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു ഹൈ റേഞ്ച് കേട്ടോ. റോഡിനാണെങ്കിൽ വീതിയില്ല. ഏതെങ്കിലും ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ റോഡിൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. റോഡിന് വീതിയില്ലെങ്കിലും കാണുന്ന കാഴ്ചകളും അതിൻ്റെ വ്യൂസും കാര്യങ്ങളെല്ലാം അതിമനോഹരമായിരുന്നു. അതാരാ ഹായ് നേരെ തമിഴ്നാട്ടിലും റിയാസിക്ക് ഫാൻസ് എണ്ണം തെളിയിക്കുകയാണ്. വീതിയില്ലാത്ത റോഡ്, വണ്ടികൾ കയറി വന്ന ഇതാണ് അവസ്ഥ. പളനി 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 പളനി, അതാണ് പളനി. പളനി, യെസ്, പളനി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നു. മെയിൻ റോഡായി. അപ്പോൾ ഇതാണ് നമ്മുടെ പളനിയുടെ എൻട്രി വരുന്നത് കേട്ടോ. നമുക്ക് ആ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പളനി ടെമ്പിളിൽ പോകാമെന്നുള്ളതാണ്. ആ മേളിൽ കാണുന്ന പാറയുടെ ടോപ്പിൽ ഇരിക്കുന്നത് കേട്ടോ പളനി ടെമ്പിൾ വരുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. കയറി ഓപ്പൺ എടാ, ഇതെന്ത് കൂളർ. ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പളനിയിൽ നിന്ന് നമ്മൾ മറയൂർ വരുന്ന വഴിക്ക് ഒരു പാലം എത്തിയപ്പോൾ ഉണ്ടല്ലോ, മൊത്തം വവ്വാൽ അതിൻ്റെ മണ്ടയിൽ മൊത്തം പറക്കുക. വവ്വാൽ, കാക്ക, അങ്ങനെ വേണ്ട എല്ലാ സാധനവും ഉണ്ട്. ഒരു ഏരിയ കംപ്ലീറ്റ് പറക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച തന്നെ കാണുന്നത്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് ആനമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയാണ് കേട്ടോ. പല ദിവസങ്ങളിലും ഈ റൂട്ടിലൂടെ പോകുമ്പോൾ കാട്ടുപോത്തിനെയും ആനയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കാണോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ഞങ്ങൾ കയറുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആനമലൈ ടൈഗർ റിസർവ് വെൽക്കം യു. സൈഡിൽ ഒരു കടുവ, റിയാസ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ റീലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാർത്തിക്കും ടീമും എത്തിയിട്ടുണ്ടേ. അപ്പോൾ കാർത്തികിനെ നമ്മൾ സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്തി തരാം. നമുക്ക് മറയൂർ വന്നാൽ റൂം കാര്യങ്ങളായിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ട്രക്കിംഗ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ കാർത്തികിനെയാണ് ഏൽപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ കാർത്തികിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വന്നു. കാരണം പിള്ളേർ വിശന്ന കേട്ടോ വന്നത്. അങ്ങനെ നേരെ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡും കൊടുത്ത് ഇനി നമ്മൾ റൂമിലോട്ട് പോവാണ്. റൂമിൽ പോയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ട്രക്കിങ്ങിനും പോകും. അങ്ങനെ നേരെ സ്റ്റേയിലെത്തി പിള്ളേരെ ഇറക്കി വിട്ടു കേട്ടോ. അവർക്കൊരു 10 മിനിറ്റ് കൊടുത്ത് വേഗം പോയി ലഗേജും വെച്ചിട്ട് നേരെ വരാൻ പറഞ്ഞു. കാരണം നമുക്ക് ട്രക്കിങ്ങിന് പോലുള്ള ജീപ്പുകളെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ജീപ്പുകളിലാണ് നമ്മളിന്ന് ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പം നമ്മളും ആൾറെഡി പോകുന്നുണ്ട് കേട്ടോ ട്രക്കിങ്ങിന്. അങ്ങനെ നേരെ ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ റിയാസൊക്കെ ഉണ്ട്, മണിയുണ്ട്, ആനന്ദമുണ്ട്, ഇപ്പോൾ ഞാനുണ്ട്, പിന്നെ നമ്മുടെ കുറച്ച് സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ. നമ്മൾ കാർത്തികിൻ്റെ ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് എന്തായാലും കാർത്തികിൻ്റെ ഒരു ട്രക്കിങ് അത് മസ്റ്റാണ് കേട്ടോ.
അപ്പോൾ നേരെ ഇനി ഫസ്റ്റ് പോകുന്നത് നമ്മൾ മുനിയറയിലാണ് പോകുന്നത്. No, I don't take shit, I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit, I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that, spitting slow, spitting fast, I can roast, I can gas, think I'm okay at last, but I don't know if that can erase all the past and the pettiness, a reflection of the emptiness. അങ്ങനെ മുനിയറയിൽ നമ്മുടെ എല്ലാ ജീപ്പുകളും എത്തി കേട്ടോ. ജീപ്പുകൾ എത്തി, പിള്ളേരെല്ലാം ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെ തിരക്കിലായി. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നേ. ക്ലൈമറ്റ് ഓവർ അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാറ്റൊക്കെ കൊണ്ട് വണ്ടിയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ. ഏറ്റവും ടോപ്പിൽ അനന്തു, കാർത്തിക്, കൂട്ടുകാരൻ്റെ സ്വന്തം കാർത്തിക്, സാരഥി കാർത്തിക്. ജീപ്പ് അവിടെ, ജീപ്പ് ഇതോടെ നമ്മുടെ ജീപ്പുകൾ. അല്ലോ, മണിയണ്ടൻ വന്നിട്ടില്ല, മണിയണ്ടൻ അതിൻ്റെ അകത്ത് ഇരിക്കുന്നു. യെസ്, മണി അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ആനന്ദനെ പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റുവാണേ. അവനുള്ള മോട്ടിവേഷൻ മൊത്തം കൊടുത്ത് അവരതാ കുതിരപ്പുറത്ത് കയറ്റി ഞങ്ങൾ. നീ ക്ലാസ് വേടാ. അങ്ങനെ ഭ്രമരം പോയിന്റ് കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇതാ അടുത്ത ശർക്കര ഫാക്ടറിയിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ശർക്കരയും പിള്ളേർക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ നേരെ പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങളിതാ സാൻഡൽ ഫോറസ്റ്റിലെത്തി കേട്ടോ. കോടിക്കണക്കിന് വില മതിക്കുന്ന ചന്ദന മരങ്ങളാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് ഇതാ റൂമിൽ തിരിച്ചെത്തി കേട്ടോ. നമ്മുടെ ബസ്സിൽ അവരുടെ ക്യാമ്പസിൻ്റെ നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ ഇട്ട് പിള്ളേരെ ഒന്ന് ഹാപ്പിയാക്കി അവർക്ക് വേണ്ട ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അവരെ എല്ലാം സെറ്റാക്കി വിട്ടു. അപ്പോൾ നാളെ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എറണാകുളമാണ് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് എറണാകുളത്തോട്ടാണ് പോകുന്നത്. ഇപ്പോൾ എറണാകുളം മറൈൻ ഡ്രൈവ്, അവർക്ക് അവിടുത്തെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ അടിച്ചത് കാർത്തികിൽ. അപ്പോൾ രാവിലെ ലിംറാസ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലിംറാസിൽ ഇന്ന് ഇവിടെ സ്റ്റേയും ട്രക്കിങ് കാര്യങ്ങളെല്ലാം ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ മാഡോണിൻ്റെ പാക്കേജിലാണ് ലിംറാസ് വന്നത്. അപ്പോൾ നമ്മളിതാ ഇറങ്ങി പോകാൻ പോകണം. നമ്മളിനി നേരെ എറണാകുളത്ത് പോവാണ്.
അവർ ആ പാറയുടെ പുറത്ത് കയറാൻ പോവാണെന്ന് തോന്നുന്നു. കല്ലാർ സ്പൈസസ് ഇതാ നമ്മൾ പർച്ചേസിന് വേണ്ടി പിള്ളേർക്ക് ഇറക്കി കൊടുത്തു. വണ്ടി ഞങ്ങളിതോ അവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്. 3 പേര് ഇതാ നടന്നു വരുന്നു. പിള്ളേരെ പർച്ചേസ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നേരെ അടിമാലി പോയിട്ട് ലഞ്ച് കഴിക്കുക. ലഞ്ച് കഴിച്ചിട്ട് നേരെ നമ്മൾ എറണാകുളം പോകും കേട്ടോ. വൈകുന്നേരം അവർക്ക് ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അങ്ങനെ പോവാം. ഇവിടുത്തെ പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അടിമാലിയിൽ നിന്ന് കേട്ടോ ലഞ്ചിന്ന്. അപ്പോൾ ലഞ്ചും കഴിച്ചിട്ട് വേണം ഇനി പോകാനുള്ളത്. പപ്പടം അങ്ങോട്ട് കഴിക്കുന്നു. കഴിയും ഇത്രയും കറിയുണ്ട്. നിങ്ങൾ ചോറ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ നേരെ എറണാകുളം എത്തി കേട്ടോ. ഈ കാണുന്ന വിഷയം ഞങ്ങൾ ബോട്ടിൽ നിന്ന് എടുക്കുന്നതാണേ. അപ്പം നമ്മൾ ആൾറെഡി മറൈൻ ഡ്രൈവിലെത്തി ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ എറണാകുളത്ത് എത്തിയപ്പോൾ നമുക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ മുതലാണ് മാനേജറിൻ്റെ മുതലാളി. ഇതോ നിൽക്കുന്നു അടുത്തൊരു വ്യക്തി. ഓൾറൗണ്ട് മാനേജർ. എത്ര വണ്ടിയെന്ന് അറിയാൻ വയ്യ. ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി നടക്കുന്ന മണി ഗിന്നസ് ബുക്കിൽ കയറാൻ പോവാ. എറണാകുളത്ത് ഗൈഡാണ്. പാട്ടാ അതാണ് പാട്ടം കൊണ്ടുപോകുന്നത്. പറഞ്ഞേട്ടാ ഓൾറൗണ്ടർ, പാക്കേജർ, മാനേജർ, റെക്കോർഡ് വണ്ടികൾ ഇനിയിപ്പോൾ കയറണം. അതാണ് ഒരേ ഒരു ഇത്. റെക്കോർഡ് ബുക്കിലൊക്കെ ഇടാൻ പിടിക്കുമെന്ന്. പിന്നെ ചിലരുടെയൊക്കെ അപ്പോൾ ഗൈസ് മറൈൻ ഡ്രൈവ് കാര്യങ്ങളെന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ നാളെ നെക്സ്റ്റ് ഡേ നമുക്ക് മോർണിംഗ് നമുക്ക് പിള്ളേരെ ഇറക്കണം. വരുന്ന വഴിക്ക് റോഡ് പണി തീർന്നിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം റോഡ് പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ താണ്ടി നമ്മൾ നേരെ ആറ്റിങ്ങിലോട്ട് വരുവാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നേരെ ചായ കുടിക്കാൻ വേണ്ടി കടയിലിരുത്തി. അപ്പോൾ അവരെല്ലാം ചായ കുടിച്ചു. ഞാൻ ലൈം കേട്ടോ കുടിച്ചത്. അപ്പോൾ നേരെ നമുക്കിനി തിരിച്ച് നാട്ടിലോട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് അക്ഷയ നമുക്ക് പാരിപ്പള്ളിയിലും ഇറക്കണം. അങ്ങനെ നമ്മുടെ 4 ദിവസത്തെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും ആറ്റിങ്ങലിൽ തിരിച്ചെത്തി കേട്ടോ. അപ്പം നമ്മൾ പിള്ളേരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ നമുക്കിനി പ്രത്യേകിച്ച് ഓട്ടോ കാര്യങ്ങളില്ല. അപ്പോൾ നേരെ നമുക്കിനി ഷെഡിലോട്ടാണ് പോകാനുള്ളത്. ഇപ്പം നമ്മൾ ട്രിപ്പൊക്കെ കൊണ്ടിറക്കി ഇതാ തിരിച്ച് ഷെഡിലെത്തി കേട്ടോ. ഷെഡിലെത്തി നമ്മുടെ വണ്ടി നടക്കുന്നു. എൻ്റെ ബാക്കിൽ വണ്ടിയുണ്ട്. ഇനിയിപ്പം നേരെ വർക്കല പോകണം. അപ്പോൾ അതാണ് അടുത്ത പ്ലാൻ കാര്യങ്ങൾ. അപ്പം നമ്മുടെ കൊടൈക്കനാൽ മറൈൻ സീരീസ് ഇവിടെ അവസാനിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ഫ്രം ഗോകുൽ.